എന്റെ ഒരു സുഹൃത്തെ ഇവിടെ ഒരു ബാർ നടത്തുന്നുണ്ട്. നിന്നെ ഞാൻ അവിടുത്തെ മാനേജരാക്കടാ. മാസം 10,75,000 രൂപ ശമ്പളം, പിന്നെ കിമ്പളം, പിന്നെ കമ്മീഷൻ. എന്തു പറയുന്നു? വേണമെങ്കിലേ രണ്ടെണ്ണം അടിക്കാൻ ചെയ്യാം. വേണ്ട സാർ, വർമ്മ സാറിന്റെ കൂടെയുള്ള ജോലി തന്നെ എനിക്ക് മതി. വർഷങ്ങൾ ഒരുപാടായി ഞാൻ സാറിന്റെ കൂടെ കൂടിയിട്ട്. സാറ് തരുന്ന ശമ്പളം തന്നെ എനിക്കും എന്റെ കുടുംബത്തിനും ധാരാളം. സാറിന്റെ വലിയ മനസ്സിന് നന്ദി. മോനൊന്ന് നിന്നേ. എന്താ സാറേ? മതിയാക്കടാ നിന്റെ ഈ സാറേ സാറേ എന്നുള്ള വിളി. നീ സാറേ സാറേ എന്ന് വിളിക്കുമ്പോഴേ നിന്റെ മനസ്സിലിരിപ്പ് എന്താണെന്ന് എനിക്ക് നന്നായിട്ട് മനസ്സിലാവുന്നുണ്ട്. സാഗരാജനും മോനും വെറും ഉണ്ണാക്കന്മാരാണെന്ന് കരുതിയെങ്കിൽ നിനക്ക് തെറ്റി. നീ എന്താടാ വർമ്മയുടെ മോളുടെ കണ്ണിൽ നോക്കി കഥകൾ കളിക്കുന്നോ? നീയും ആ പെണ്ണുമായിട്ടുള്ള സകല ചുറ്റിക്കളിയും ഞങ്ങൾ അറിഞ്ഞു. അതൊക്കെ എന്തെങ്കിലും ആവട്ടെ. എന്റെ മോന് ഇഷ്ടമായ ഒരേ ഒരു പെണ്ണാ അവള്. നിർത്തിക്കോണം. വർമ്മയുടെ വീട്ടിലുള്ള നിന്റെ കൂലിപ്പണിയും വർമ്മയുടെ മകളോടുള്ള നിന്റെ പ്രേമപ്പനിയും ഇന്നത്തോടെ നിർത്തിക്കോണം. ഇല്ലെങ്കിലേ നിന്നെ കൊത്തി എറിഞ്ഞ് കായലിൽ താഴ്ത്തും ഞാൻ. മനസ്സിലായോടാ? സാറേ, കൈയെടുക്ക സാറേ. കൈയെടുക്കാനാ പറഞ്ഞേ. സാറിപ്പോ എന്നോട് സംസാരിച്ച രീതി അത് തീരെ ശരിയായില്ല. ഞാൻ ഉദ്ദേശിച്ചതുപോലെയല്ല സാറെന്ന് എനിക്ക് മനസ്സിലായി. അതുപോലെ തന്നെ സാർ ഉദ്ദേശിക്കുന്ന പോലൊരു വ്യക്തിയല്ല ഞാനും. സമ്പത്തിനും പെണ്ണിനും വേണ്ടി സ്വന്തം മനസാക്ഷിയെ മറന്ന് പ്രവർത്തിക്കുന്നവനല്ല ഞാൻ. അങ്ങനെയല്ല എന്റെ അച്ഛനും അമ്മയും എന്നെ പഠിപ്പിച്ചിരിക്കുന്ന. പുറമേ ഒരു സംസാരവും ഉള്ളില് മറ്റൊരു വൃത്തികെട്ട ചിന്താരീതികളും കൊണ്ടു നടക്കുന്ന സാറിനെ പോലുള്ള വലിയ ആളുകൾക്ക് ഞങ്ങളെപ്പോലുള്ള സാധാരണക്കാരുടെ മനസ്സേ മനസ്സിലാവില്ല. ഇത്രയും കടുത്ത വാക്കുകൾ സമ്പത്ത് കൊണ്ട് വലിയവനായ നിങ്ങളുടെ മുഖത്ത് നോക്കി പറയേണ്ടി വന്നതില് ഞാൻ ക്ഷമ ചോദിക്കുന്നു. സാമ്പത്തികം ഒന്നുകൊണ്ട് മാത്രം വലിയവൻ. പ്രവൃത്തി കൊണ്ടും ഗുണം കൊണ്ടും വലിയവനാവാൻ നോക്ക് സാറേ. ഇപ്പോഴാ രാജു നീ എന്റെ പഴയ ചുണക്കുട്ടിയായ രാജു ആയത്. എല്ലാം സഹിച്ചും ക്ഷമിച്ചും നീ താഴ്ന്നു കൊടുത്തിരുന്നെങ്കിൽ എല്ലാവരും നിന്റെ തലയിൽ കയറുമെന്നും തലയിൽ കയറാൻ വരുന്നവരോട് എങ്ങനെ മറുപടി പറയണമെന്നും നിനക്കിപ്പം മനസ്സിലായല്ലോ. എനിക്കത് മതി. വർമ്മ സാറ് സാറിന് കുറച്ചു നേരമായിട്ട് വെയിറ്റ് ചെയ്യാ. സാർ നടക്ക്. അകലെ